أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സഫ് ശരിയാക്കുക. പരമാവധി ചേർന്ന് നിൽക്കുക. പരമാവധി ചേർന്ന് നിന്ന് ഇനി 3 മിനിറ്റ്. الحمد لله خالق الوجود من العدم وجاعل النور من الظلم ومخرج الصبر من الألم ومنجي التوبة على الندم ونصلي على رسوله الأكرم بشر في الأشم والنور الأتم والكتاب المحكم وصلى الله عليه وسلم على أتباعه من خير الأمم الذين بارك الله بهم كافة الناس العرب منهم والعجم. أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها. പ്രകാരം സൂക്ഷിക്കണമെന്നും അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്താൻ പരമാവധി പരിശ്രമിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയോടുകൂടി ജീവിക്കുവാനും മുത്തഖീങ്ങളായി മരിക്കുവാനും നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. 29 ദിനരാത്രങ്ങൾ നീണ്ടുനിന്ന വ്രതശുദ്ധിയുടെ രാപ്പകലുകൾക്ക് വിരാമമിട്ട് മുസ്ലിം കേരളം ഇന്ന് ഈദുൽ ഫിത്ർ ആഘോഷിക്കുകയാണ്. എനിക്കേറെ പ്രിയപ്പെട്ട പാറാളികളായ എൻ്റെ നാട്ടുകാർ, സ്നേഹം നിറഞ്ഞ കൂടപ്പിറപ്പുകൾ, ഉറ്റമിത്രങ്ങൾ, എല്ലാവർക്കും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പെരുന്നാൾ സന്തോഷം നേരുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമ്മൾ ഈ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന തക്ബീർ കേവലം ഒരു
മന്ത്രധ്വനിയല്ല, ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു മുദ്രാവാക്യവുമല്ല. അത് ഒരു വിശ്വാസിയുടെ നിലപാട് പ്രഖ്യാപനമാണ്. ശേഷിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു അക്ബർ ആയിരിക്കും നമ്മുടെ നിലപാട് എന്ന് ഓരോ വിശ്വാസിയും ഈദ് മുസല്ലയിൽ നിന്നും അതുപോലെ തന്നെ നമസ്കാരത്തിൽ നിന്നൊക്കെ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തക്ബീർ ധ്വനികൾ അതാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. നോമ്പിന്റെ എണ്ണം പൂർത്തീകരിക്കാൻ അവസരം തന്നതിനും നമുക്ക് നേർമാർഗം കാണിച്ചു തന്നതിനും പടച്ചവനോടുള്ള സ്തുതിയാണ് യഥാർത്ഥത്തിൽ ഈ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ റമദാനിന് ശേഷമുള്ള നമ്മുടെ ജീവിതത്തിന്റെ നിലപാടായി ആ അല്ലാഹു അക്ബർ മാറണം എന്നുള്ളതാണ് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും തീരുമാനമെടുക്കേണ്ടത്. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم. ഒരു വിശ്വാസിക്കും ഒരു വിശ്വാസിനിക്കും അല്ലാഹു ഒരു കാര്യത്തിൽ വിധി പറഞ്ഞാൽ മറ്റൊരു ചോയ്സ് അവരുടെ മുന്നിലില്ല. അതായത് ഞാൻ മുന്നോട്ട് പോകും എന്നുള്ള നിശ്ചയദാർഢ്യത്തോടെയുള്ള നോമ്പുകാരന്റെ പ്രഖ്യാപനമാണ് ഈദ് മുസല്ലയിൽ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ തക്ബീറുകൾ. അതുകൊണ്ട് നമ്മുടെ ഈ തക്ബീറിന് അർത്ഥമുണ്ടാവണം. അത് കൃത്യമായി ശേഷിക്കുന്ന ജീവിതത്തിൽ റമദാനിന് ശേഷം വരാനിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ജീവിത നിലപാടായിട്ട് അല്ലാഹു അക്ബർ കൂടെ ഉണ്ടാവണം. അതാണ് ഈദ് മുസല്ലയിൽ നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അല്ലാഹു പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാണ്, നമുക്ക് നൽകുന്ന ഓഫറാണ്. നിങ്ങൾ നോമ്പിലൂടെ നേടിയെടുത്ത തഖ്വ ജീവിതത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രയാസ ഘട്ടങ്ങളിലും ഒരു എക്സിറ്റ് പോയിന്റ് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം അല്ലാഹു കാണിച്ചു തരും. ആരെങ്കിലും അല്ലാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ, അവന്റെ ഏത് പ്രയാസകരമായ കാര്യങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അത് എളുപ്പമാക്കി തരും എന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓഫർ തരികയാണ്. അതല്ലാതെ കഴിഞ്ഞ കാലത്തെ ജീവിതം പോലെ വീണ്ടും തിന്മയിലേക്കുള്ള മടങ്ങിച്ചെല്ലൽ തിരിച്ചുപോക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്ലാഹുവിനെ ആരാണോ മറന്നു പോകുന്നത് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടുങ്ങിയ ജീവിതമാണ് ബാക്കി വെക്കുന്നത് എന്ന് കൂടി പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. റമദാനിൽ നമ്മൾ നേടിയെടുത്ത നന്മകൾ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളതാണ് റമദാനിനെ യാത്രയാക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട ദൃഢമായിട്ടുള്ള തീരുമാനം. ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിച്ചു, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു, പഠിച്ചു, അതിന്റെ അർത്ഥങ്ങളുടെ ആഴങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിച്ചു, ജമാഅത്ത് നമസ്കാരം കൃത്യമായി നമ്മൾ നിർവഹിച്ചു, റവാത്തിബ് സുന്നത്തുകൾ നമ്മൾ ശീലമാക്കി, സലാത്തു തറാവീഹ് ദീർഘനേരം നമ്മൾ നമസ്കരിച്ചു, ഖിയാമുൽ ലൈൽ ഉറക്കമൊഴിച്ച് അതിന്റെ ഭാഗമായി നമ്മൾ മാറി, സ്വതക്കകൾ സക്കാത്ത് നിർബന്ധമായിട്ട് ദാനം നമ്മൾ നൽകി. ഇങ്ങനെയുള്ള നന്മകൾ ശേഷിക്കുന്ന ജീവിതത്തിലും നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളതാണ് ഒരു നല്ല നോമ്പുകാരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. പലപ്പോഴും റമദാൻ കഴിയുമ്പോൾ ചെയ്യാനുള്ള തിന്മകളെ കുറിച്ച് കണക്ക് കൂട്ടി വീണ്ടും ആ തിന്മകളിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ റമദാൻ അവർക്ക് ഉപയോഗപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചില ആളുകൾ ചോദിക്കും, 30 ദിവസം എങ്ങനെയൊക്കെ അടിച്ചു പിടിച്ച് നിന്നതാണ്, ഇനി എങ്ങനെയാണ് ജീവിതം എല്ലാ അർത്ഥത്തിലും നന്മകളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? ഈ ജീവിതകാലം മുഴുവൻ നല്ലൊരു മനുഷ്യനായി ജീവിക്കുക എന്ന് പറയുന്നത് പ്രയാസമല്ലേ? അങ്ങനെ കുറെ കാലം ഉണ്ട് എന്ന് നമ്മൾ ആരും വിചാരിക്കേണ്ടതില്ല. ചിലപ്പോൾ ഈദ് മുസല്ലയിൽ നിന്ന് എഴുന്നേൽക്കാൻ അല്ലാഹു നമുക്ക് അവധി നൽകിയിട്ടില്ലെങ്കിൽ ഇവിടെ തീരുന്നതാണ് നമ്മുടെ ജീവിതം. ഇനി ഏതെങ്കിലും ദിവസങ്ങളാണ് നമുക്ക് അവശേഷിക്കുന്നതെങ്കിൽ ആ ദിവസങ്ങളിൽ മാത്രം നമ്മൾ ആ നന്മകൾ ചേർത്ത് പിടിച്ചാൽ മതിയാവും. ശേഷിക്കുന്നത് ചിലപ്പോൾ മാസങ്ങളായിരിക്കാം, വർഷങ്ങളായിരിക്കാം, അല്ലാഹു ആലം നമുക്കറിയില്ല. അങ്ങനെയുള്ള വാർത്തകളാണ് പലപ്പോഴും നമ്മുടെ ചുറ്റിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ 2025 ജനുവരിയിൽ പാറാവുമായി ബന്ധമുള്ള പാവൂര് സ്ഥിരമാക്കിയ ഒരു സഹോദരൻ, അദ്ദേഹം സുബഹി നമസ്കരിച്ച് എറണാകുളത്തുള്ള ഫ്ലാറ്റിൽ കിടന്നിറങ്ങി പിന്നീട് എഴുന്നേറ്റില്ല. വലിയ പ്രായമൊന്നും മരണത്തിന് മുന്നിൽ വിളവിനടിയല്ല എന്ന് അറിയണം. നമുക്കറിയാവുന്ന കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട വാർത്ത, നമുക്കൊക്കെ സുപരിചിതരായിട്ടുള്ള 2 മാതാപിതാക്കൾ, അവർക്കേറെ പ്രിയപ്പെട്ട ഒരു പൊന്നുമോൻ, നമ്മൾ ഈ അടുത്ത് സ്ഥാപനം നടക്കുന്ന പച്ചക്കറി കട നടത്തുന്ന ആ സഹോദരങ്ങളുടെ മകൻ, നമുക്കറിയാം ഫിറ്റ്നസിൽ എല്ലാ അർത്ഥത്തിലും കഴിവ് തെളിയിച്ചത് കൊണ്ടാണ് മേൽപോലെയുള്ള ഇടങ്ങളിൽ അദ്ദേഹത്തിന് ജോലി ലഭിക്കുന്നത്.
അവരുടെ ട്രെയിനിങ്ങിനിടെ കുഴഞ്ഞു വീണെന്ന് പറയുമ്പോൾ എനിക്ക് ആരോഗ്യമുണ്ട്, എന്റെ ടെസ്റ്റിൽ കുഴപ്പമില്ല എന്ന് സമാധാനിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആയുസിനെ കുറിച്ച് എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം നമ്മൾ സ്വന്തത്തോട് തന്നെ ചോദിക്കണം. അള്ളാഹു പറയാം, ഇന്നഹും യറൗനഹു ബഈദ, അവര് ചിന്തിക്കുന്നത് എന്നോ സംഭവിക്കാനുള്ള ഒരു കാര്യമായിട്ടാണ്. പക്ഷെ ഇങ്ങനെയുള്ള വലിയ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹോളിയുടെ മറവിൽ നടന്ന അക്രമങ്ങളെ നമ്മൾ നന്മയിൽ നിലനിർത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ആഖിറത്ത് നന്നായി സ്വർഗപ്രവേശനം സാധ്യമാകുന്ന അള്ളാഹുവിന്റെ നല്ല അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിയും. ഒരുവന്റെ അവധി വന്നെത്തിയാൽ അല്പം പോലും പിന്തിക്കുകയില്ല എന്നുള്ളത് അള്ളാഹുവിന്റെ വാക്കാണ്. അപ്പൊ നമ്മുടെ എന്തുകൊണ്ട് ഈദ് മുസല്ലയിൽ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ അവധി എത്തിയിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയണം. യഥാർത്ഥത്തിൽ ശേഷിക്കുന്ന ജീവിതത്തിൽ തിന്മയിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്കിനെ കുറിച്ച് ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നത്, ഇന്നൽ മുഅ്മിൻ, തീർച്ചയായും ഒരു വിശ്വാസി, യറാദുനുബഹു, അവൻ തെറ്റിനെ കാണുന്നത് എങ്ങനെയാണ്? അവൻ തെറ്റിനെ കാണുന്നത് കഅന്നഹു ഖായിദുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി, ഒരു വലിയ പർവ്വതത്തിന്റെ മുന്നിൽ അവൻ നിൽക്കുകയാണ്. ആ പർവ്വതത്തെയാണ് അവൻ തെറ്റായിട്ട് കാണുന്നത്. അത് തന്റെ മേലേക്ക് മറിഞ്ഞു പോകുമോ എന്ന് പേടിക്കുന്ന ഒരാൾ എത്രത്തോളം ബേജാറിനാണോ ഉണ്ടാവുക, അതുപോലെയാണ് ഒരു വിശ്വാസി തെറ്റിനെ നോക്കിക്കാണുക. എന്നാൽ ഒരു ദുർമാർഗിയായിട്ടുള്ള മനുഷ്യൻ, ഒരു ദുർമാർഗിയായിട്ടുള്ള മനുഷ്യൻ തെറ്റിനെ കാണുക മൂക്കിന്റെ തുമ്പത്ത് കൂടി പാഞ്ഞു പോകുന്ന പാറിപ്പോകുന്ന ഒരു ഈച്ചയെ എത്ര ലാഘവത്തോട് കൂടിയിട്ടാണ് നമ്മൾ നോക്കുക, അതുപോലെയാണ് ഒരു ദുർമാർഗിയായ മനുഷ്യൻ തെറ്റിനെ കാണുക. അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ തെറ്റിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമ്മൾ മുഅ്മിനാണോ ദുർമാർഗിയാണോ എന്ന് സ്വന്തത്തോട് തന്നെ നമ്മൾ ചോദിക്കണം. റമദാനിന് ശേഷമുള്ള ജീവിതത്തിൽ നമുക്കറിയാം, നമ്മൾ ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ചിലരെ ഓർക്കാതെ, ചിലരെ ചേർത്ത് പിടിക്കാതെ, അവരുടെ ഐക്യപ്പെട്ടുകൊണ്ടല്ലാതെ നമുക്ക് ഈ പെരുന്നാൾ സാധ്യമല്ല. അതുകൊണ്ട് പലസ്തീനിലെ പീഡനങ്ങൾ അനുഭവിക്കുന്ന, നമുക്ക് വേണ്ടി, നമ്മുടെ ഖുദ്സിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ്. നമ്മുടെ ഇന്നത്തെ തീന്മേശകളിൽ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാകും, 4ഉം 5ഉം ഒക്കെ വിഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവരെ കുറിച്ച് ഓർക്കണം. പഴയ ചോറ്റുപാത്രങ്ങളുമായി ബിൽഡിങ്ങുകളുടെ അവശിഷ്ടങ്ങളിലൂടെ ഒരു വറ്റിന് വേണ്ടി ഇങ്ങനെ തേരാപ്പാറ നടന്നുകൊണ്ടിരിക്കുന്ന, തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട നമ്മുടെ മക്കളെ കുറിച്ച് നമ്മൾ ഓർക്കണം. അവരെന്ത് തെറ്റാണ് സഹോദരങ്ങളെ ചെയ്തത്? അവർ ചെയ്ത തെറ്റ് ഇസ്രായേൽ അധിനിവേശത്തോട് നോ പറഞ്ഞു എന്നതാണ്. അവർ ചെയ്ത തെറ്റ് നമ്മുടെ ഖിബലയ്ക്ക് വേണ്ടി, ഒന്നാമത്തെ ഖിബലയ്ക്ക് വേണ്ടി പ്രവാചകൻ മദീനയിലെത്തിയതിനു ശേഷം 10-17 മാസക്കാലം ഖിബലയായി തിരിഞ്ഞു നമസ്കരിക്കുന്ന ബൈത്തുൽ മഖ്ദിസിനെ മോചിപ്പിക്കാൻ വേണ്ടി അവർ പണിയെടുത്തത് കൊണ്ടാണ് അവർ ഈ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രവാചകന്റെ പാദസ്പർശമേറ്റ അനുഗ്രഹീതമായ മണ്ണിനെ മോചിപ്പിക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അവരിങ്ങനെ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഏകദേശം 1.5 വർഷക്കാലമായി 70,000-ത്തിലധികം ആടുകൾ ഷഹീദായി. അതുപോലെ തന്നെ 2 ലക്ഷത്തിലധികം ആടുകൾ ഒരിക്കലും തിരിച്ചുവിടാൻ കഴിയാത്ത വിധം മരിച്ചതിന് സമാനമായ രീതിയിൽ അങ്ങനെ വല്ലാത്ത രീതിയിൽ പ്രയാസങ്ങൾ അനുഭവിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുകയാണ്. നമുക്കറിയാം, 22 ലക്ഷം ജനങ്ങളുള്ള ആ ഭൂപ്രദേശത്ത് 20 ലക്ഷത്തോളം ആളുകൾ ഭവനരഹിതരായി എന്നാണ് അവിടുത്തെ കണക്കുകൾ പറയുന്നത്. ഇതൊക്കെ എന്തിനാണ് അവർ നഷ്ടപ്പെടുത്തിയത്? നമുക്കറിയാം, നമ്മുടെ 3 ഖിബലകളിൽ ഒന്നായ ബൈത്തുൽ മഖ്ദിസിന്റെ മോചനം എന്ന് പറയുന്നത് ആഗോള മുസ്ലിങ്ങൾ, 200 കോടിയോളം വരുന്ന ആഗോള മുസ്ലിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഏതെങ്കിലും ഒരു വിഭാഗം അത് നിർവഹിച്ചിട്ടില്ല എങ്കിൽ ഈ ലോകത്തുള്ള 200 കോടി മുസ്ലിങ്ങളും കുറ്റക്കാരാകുന്ന രീതിയിൽ കിഫായായിട്ടുള്ള സംഗതിയാണ്. അപ്പൊ നമ്മളെ കുറ്റവിമുക്തരാക്കാൻ വേണ്ടി കൂടിയാണ് ആ പാവപ്പെട്ട ഫലസ്തീനികൾ ഇങ്ങനെ പീഡനം അനുഭവിച്ച് ഖുദ്സിന്റെ മോചനത്തിന് വേണ്ടി പ്രയാസപ്പെട്ട് പരിശ്രമിച്ച് എല്ലാം തിരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. കേവലം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതിനപ്പുറം മനമൊരുങ്ങി അവരുടെ മനസ്സിനോട് ചേർന്ന് നിന്ന് ഈ സംഭവ വികാസങ്ങളെല്ലാം മനസ്സിൽ കൊണ്ടുവന്ന് പടച്ചവനോട് ഏറ്റുപറഞ്ഞുകൊണ്ടാവണം നമ്മുടെ പെരുന്നാൾ ആഘോഷം എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഉത്തരേന്ത്യയിൽ ഇസ്രായേലിന് സമാനമായിട്ടുള്ള, ഇസ്രായേലിന്റെ ചങ്ങാതിമാർ ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് എല്ലാ അർത്ഥത്തിലും പ്രയാസകരമായ സാഹചര്യമാണ് ഉത്തരേന്ത്യയിലൊക്കെ പ്രത്യേകിച്ച് നമ്മൾ കാണാൻ. നമ്മളിങ്ങനെ ഇവിടെ ഈദ് മുസല്ലയിൽ വന്നിരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഉത്തരേന്ത്യയിൽ റോഡിൽ നിന്ന് നമസ്കരിക്കാനുള്ള സാഹചര്യം പോലും ഇന്നില്ല. അങ്ങനെ ആരെങ്കിലും നമസ്കരിച്ചാൽ, ആരാധന നിർവഹിച്ചാൽ അവരുടെ പാസ്പോർട്ട് കണ്ടുകെട്ടും, അവരുടെ ലൈസൻസ് റദ്ദാക്കും.
ഇങ്ങനെയുള്ള വലിയ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹോളിയുടെ മറവിൽ നടന്ന അക്രമങ്ങളെ നമ്മൾ കണ്ടതാണ്. ആൾക്കൂട്ട കൊലപാതകങ്ങൾ അധികരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാം, നമ്മുടെ പൂർവികർ അള്ളാഹുവിന്റെ മാർഗത്തിൽ വജ്ഹ ആഗ്രഹിച്ചുകൊണ്ട് വഖഫ് ചെയ്ത ഭൂമികൾ പിടിച്ചെടുക്കാനുള്ള അത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ആശ്വാസകരമായിട്ടുള്ള സംഗതി മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് തീരുമാനിച്ചു, സംഘടിതമായി ഇതിനെതിരെ പ്രതികരിക്കണം. കേവലമായി AC റൂമിൽ ഇരുന്നുകൊണ്ട് പ്രമേയം പാസാക്കിയത് കൊണ്ടോ പ്രതിഷേധ പ്രസ്താവനകൾ ഇറക്കിയത് കൊണ്ടോ കാര്യമില്ല. തെരുവുകളിൽ ഇറങ്ങണം. അതാണ് ഏറ്റവും വലിയ പ്ലാറ്റ്ഫോം. അല്ലാതെ ഏതെങ്കിലും അർത്ഥത്തിൽ പ്രയാസം അനുഭവിച്ച് ഇരയുടെ വീട്ടിൽ പോയി സമാധാനിപ്പിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ആളുകൾക്ക് വീടെടുത്തതുകൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല. മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ പ്രശ്നം അത് അഡ്രസ് ചെയ്യേണ്ടത് തെരുവുകളിലൂടെയാണ്. എല്ലാ അർത്ഥത്തിലും തിരിച്ചു പിടിക്കാനുള്ള ആത്മാർത്ഥമായ പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം എന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടി ജന്തർ മന്ദറിലൊക്കെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂചിപ്പിക്കാനുള്ളത്, ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറും. സമാധാനത്തോടു കൂടി ഇന്ത്യയിൽ 20 കോടി മുസ്ലിങ്ങൾക്ക് ഇസ്സത്തോടു കൂടി ഈദ് ആഘോഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സംജാതമാകും. ഫലസ്തീൻ മക്കൾ ഗസയിലും വെസ്റ്റ് ബാങ്കിലും ബൈത്തുൽ മഖ്ദിസിലും ഒക്കെ സന്തോഷത്തോടു കൂടി ഈദ് ആഘോഷിക്കുന്ന ഒരു കാലം വരും. ആത്മാർത്ഥമായി നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. യഥാർത്ഥത്തിൽ പാറാലിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു റമദാനായിരുന്നു ഇത്. റമദാനിന് തൊട്ടു മുമ്പുള്ള വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് ഒരു സഹോദരി എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ മോളിൽ നമസ്കരിക്കുമ്പോൾ താഴത്തെ പള്ളിയിലേക്ക് നോക്കിയപ്പോ വല്ലാതെ ആഗ്രഹിച്ചു പോയി അവിടെ ഇറങ്ങിയിട്ടൊന്ന് നമസ്കരിക്കാം. അത്ര മനോഹരമായി പള്ളിയെ കാർപ്പറ്റ് വിരിച്ചുകൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു. വളരെ മനോഹരമായ രീതിയിലാണ് യഥാർത്ഥത്തിൽ പാറാൽ റമദാനിനെ സ്വീകരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ളുഹറിന് ശേഷമുള്ള വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരുപാട് ക്ലാസുകൾ നമുക്കറിയാം. നമ്മുടെ ഉസ്താദിന് തൊണ്ടവേദന വന്നപ്പോ കുട്ടി ഇമാമുമാർ ഇറങ്ങിയെന്നാണ് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ വായിച്ചത്. ചെറിയ മക്കൾ ശ്രുതിമധുരമായ രീതിയിൽ അവിടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ അവർ സൂക്ഷിച്ച പരിശുദ്ധ ഖുർആൻ മനോഹരമായി പാരായണം ചെയ്ത് ഇമാമ് നമസ്കരിക്കുന്ന കാഴ്ച നമ്മളിവിടെ കണ്ടു. നോമ്പുതറ വളരെ മനോഹരമായിട്ട് ഇവിടെ സംഘടിപ്പിച്ചു. നമുക്കറിയാം, പാറാലിനെ വെട്ടിമുറിച്ചുകൊണ്ട് ഈ ബൈപ്പാസ് ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഈ പാറാൽ പള്ളിയിലേക്ക് വരാൻ അസൗകര്യം അനുഭവപ്പെടുന്ന ആളുകൾ പലപ്പോഴും നോമ്പ് തുറക്കും അതുപോലെ തന്നെ നമസ്കാരത്തിനും ഒക്കെ കൂടുക പാറാൽ അറബിക് കോളേജ് പള്ളിയിലാണ്. അവിടെയും ഉണ്ടായിരുന്നു 30 ദിവസത്തെ നോമ്പ് തുറ. ഇവിടത്തെ പോലെ ഓരോ ദിവസവും ഓരോരാൾ എന്നുള്ള രീതിയിലല്ല, 30 ദിവസം ഒരാൾ തന്നെ നമ്മൾ നോമ്പ് തുറപ്പിക്കുകയായിരുന്നു. തന്റെ രഹസ്യമായ രുചിക്കൂട്ടുകൊണ്ട് ചായയിൽ മായാജാലം ചേർത്ത് അത് കുടിക്കുന്നവരുടെ മനസ്സിലേക്ക് മുഹബത്തിന്റെ പാലം പണിത പ്രിയപ്പെട്ട ഫൈസൽക്ക് ആ പേര് പറയാതിരിക്കാൻ നിർവാഹമില്ല. 30 ദിവസം മനോഹരമായിട്ട് നോമ്പ് തുറപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരൻ, നമുക്കറിയാം, പാറാലിലെ സാമൂഹിക സേവന വിദ്യാഭ്യാസ മേഖലയിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് വി ഹെൽപ്പ് എന്ന് പറയുന്നത്. വി ഹെൽപ്പ് ഏപ്രിൽ 23-ന് ഇവിടെ SSLC +2 കഴിഞ്ഞ ഇനി എന്ത് എന്നുള്ള വിഷയത്തിൽ സിജിയിലെ ഉന്നതരായിട്ടുള്ള ട്രെയിനേഴ്സിനെ വെച്ചുകൊണ്ട് ഒരു ക്ലാസ് നടത്തുന്നുണ്ട്. ആ സമയത്ത് പേഴ്സണൽ കൗൺസിലിങ്ങിനൊക്കെ കൗൺസിലേഴ്സിനെയും അവിടെ ലഭ്യമാണ്. എല്ലാ രക്ഷിതാക്കളും നമ്മുടെ 10ാം ക്ലാസ്സും +2 ഒക്കെ പഠിച്ച പാസ്സായ അവരുടെ എല്ലാവരുടെയും രക്ഷിതാക്കൾ ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്. വി ഹെൽപ്പിനെ കുറിച്ച് നമുക്കറിയാം, നാടിന്റെ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. ഒരുപാട് നന്മ നിറഞ്ഞ ആളുകളാണ് അതിന് നേതൃത്വം നൽകുന്നത്. നിർധനരായ ആളുകൾക്ക്, രോഗികൾക്ക് സഹായം, അതുപോലെ തന്നെ വീട് നിർമ്മാണം, വിദ്യാഭ്യാസം, സ്വയം തൊഴിൽ എന്നിങ്ങനെ വളരെ വിപുലമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടായ്മയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കറിയാം, ശവ്വാലിലെ 6 നോമ്പ് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവണം. യഥാർത്ഥത്തിൽ ആ നോമ്പ് കൂടി നിർവഹിക്കുമ്പോൾ ഒരു വർഷത്തെ നോമ്പിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഈദിനെ ചൂടാണ്, അതുപോലെ തന്നെ ബിരിയാണി തിന്ന മസ്താണ് എന്നൊക്കെ പറഞ്ഞ് വീടിൽ കിടന്നുറങ്ങാതെ ബന്ധപ്പെട്ടവരുടെ ബന്ധുക്കളുടെയും കുടുംബക്കാരുടെയും ഒക്കെ വീടുകളിലേക്ക് നമ്മൾ സന്ദർശനത്തിൽ പോകണമെന്നും സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പിണക്കങ്ങളുള്ളവർ, ഏതെങ്കിലും അർത്ഥത്തിൽ മറ്റുള്ളവരുമായി ഏതെങ്കിലും സ്വരച്ചേർച്ചകളുള്ളവർ, അവരുമായി ബന്ധപ്പെട്ട് എല്ലാ പിണക്കങ്ങളും തീർക്കാനും ഇത്തരം സന്ദർഭം ഉപയോഗപ്പെടുത്തണമെന്ന് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂട്ടൽ ഒരു സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. ഈ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രിയപ്പെട്ട നമ്മുടെ മാതാപിതാക്കളുണ്ട്,
സ്നേഹനിധികളായ മക്കളുണ്ട്, ഭാര്യമാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പൂർവികരായിട്ടുള്ള നമ്മുടെ പള്ളിക്ക് വേണ്ടി സ്ഥലം വഖഫ് ചെയ്തവർ, പള്ളി നിർമ്മാണത്തിൽ പള്ളി പരിപാലനത്തിലൊക്കെ പങ്കാളികളായിട്ടുള്ളവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഭരണകൂട വേട്ട അനുഭവിച്ച് ജയിലിൽ കഴിയുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. അതിന് സാഹിബിനെ പോലെ, അബു സാഹിബിനെ പോലെ, സക്കരിയെ പോലെ ഒരുപാട് ആളുകൾ ഭരണകൂട വേട്ട മുസ്ലിം ഗ്രാമകാരിയായതിന്റെ പേരിൽ ഇങ്ങനെ വിചാരണ തടവുകാരായി ജയിലുകളിൽ കഴിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മോചനം സാധ്യമാക്കി കൊടുക്കട്ടെ. രോഗികളായിട്ടുള്ള ഒരുപാട് ആളുകൾ മാരകമായ അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കൊണ്ട്, ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖങ്ങൾ കൊണ്ട്, കിഡ്നി രോഗങ്ങൾ കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്ന പ്രിയപ്പെട്ടവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുതിർന്ന പല സഹോദരങ്ങളും വീടുകളിൽ വിശ്രമത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദീനീയ രംഗത്തും സാമൂഹിക രംഗത്തും അവർ പ്രവർത്തിക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ യുവാക്കൾ, നമ്മുടെ മക്കൾ സാമൂഹികമായി വഴിതെറ്റിപ്പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ലഹരിയാണ് അവർക്ക് ചുറ്റും ഇങ്ങനെ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക ഇസ്സത്ത് മുറുകെ പിടിക്കുന്ന, നാടിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന നല്ല മക്കളാക്കി, നല്ല യുവാക്കളാക്കി അവർ വളർത്തുമാറാവട്ടെ. കടങ്ങൾ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു റിസ്കിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ദമ്പതികളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വാലിഹായ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിവാഹപ്രായമെത്തി ആലോചനകൾ നടക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വാലിഹായ ഇണകളെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ സുഖവും സന്തോഷവും സമാധാനം നൽകി അനുഗ്രഹിക്കണേ നാഥ. നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, ഉസ്താദുമാർ, അവർക്കെല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين. Biasa kayak gini sekarang ini. Udah. ini ada alga kundu. Ini ada alga. Mar. Ayo kita tanda box. Box kita tanda mana nih? Awalnya kan dua nih. Nah, balam mana? Balam lagi kau ada balam mana? Om ni kan? Balam kan. Mana? Mana? Ada dua balam. Mana?
ഇത്